കിട്ടിങ്ങ എടുത്തോ. എന്താ കിട്ടിയ നിനക്ക്? അച്ഛാ ഫാമിലി റിയാലിറ്റി ഷോ ഇല്ലേ, അതിലെനിക്ക് സെലക്ഷൻ കിട്ടി. സെലക്ഷൻ കിട്ടിയാ? ദൈവമേ, റിയാലിറ്റി ഷോലാ? അത് കളിക്കില്ലടാ, ഇനിയിപ്പോ ലക്ഷങ്ങൾ കിട്ടോ? പിന്നെ ലക്ഷങ്ങളാ ലക്ഷങ്ങള്. ദൈവം, ഇതിപ്പോ എങ്ങനെ അറിഞ്ഞ നീ? അവരിപ്പോ ഫോണിൽ വിളിച്ചതാ. അതെ. എടി ശ്യാമളേ, വന്ന് നമ്മളറിയാതെ പിന്നെ തോപ്പിച്ച് വെച്ചേക്കണെന്നുണ്ട് നീ. എന്താടാ എന്താ ചെയ്ത മര്യാദക്ക് പറഞ്ഞോ നീ? എന്ത്? ഞാൻ അവനോട് ചാടുന്നതിന് അവന് ലക്ഷങ്ങൾ കിട്ടാൻ പോണെന്ന്. ഫാമിലി റിയാലിറ്റി ഷോ ഇല്ലേ അമ്മേ? എന്ത്? ഒന്നും മനസ്സിലായിട്ടില്ലടാ. അച്ഛന് മനസ്സിലായോ? ഈ ചോദ്യോത്തര പരിപാടി ഇല്ലേ അമ്മേ, ടിവിയിലെ ഒരാള് ഇങ്ങനെ ചോദ്യം ചോദിക്കണത്. അതന്നെ, അതിലെനിക്ക് സെലക്ഷൻ കിട്ടി. അതിലേക്ക് പിന്നെ തെരഞ്ഞെടുത്ത് നിനക്ക് പൈസ തരുമോ? ജയിക്കണം. ജയിച്ച പൈസ തരാതിരിക്കോ? ജയിക്കും. ഇതില് ശരിക്കും സെലക്ഷൻ കിട്ടാനാണ് പാട്. കിട്ടിക്കഴിഞ്ഞ പിന്നെ നമ്മളെ കാണിക്കൂലേ? പിന്നെ നമ്മളെ കാണിക്കില്ല, നമ്മൾ അവന്റെ മാതാപിതാക്കളല്ലേ. നീ ഇങ്ങനെ പൊട്ടി വിടരണ്ട. നമ്മളെപ്പോഴാടാ പോണത്? നമ്മള് പോണില്ലേ, ഞാൻ പോയിക്കോളാം. നീ പോയിക്കോളാന്നാ? അല്ല, ഞാൻ പോയിക്കോളാം. എടാ, മാതാപിതാക്കള് വേണ്ടേ കൂടെ? അച്ഛനമ്മീ വരണ്ട. അതെന്താ കുഴപ്പം? വരണ്ട. കാരണം പിന്നെ ടിവിയിൽ കാണിക്കാൻ പറ്റിയ കോല രണ്ടിന്റെ. ഞങ്ങളെ എന്താടാ ഞങ്ങൾക്കൊരു കുഴപ്പം? പിന്നെ കറുത്ത് കരിമുട്ടി പോലെ ഉണ്ട്. എന്താ കറുത്താണെങ്കിൽ ഞങ്ങളെ കാണുന്നല്ലേ? എടാ ചെറുക്ക, അവര് അവിടെ ചോദിക്കും നിന്നെ പറ്റിയൊക്കെ. അപ്പൊ ഞങ്ങള് നല്ല പൊക്കിയൊക്കെ പറയണ്ടേ നിന്നെ? രാവിലെ എഴുന്നേറ്റ് പഠിക്കും എന്നൊക്കെ പറയാം. എന്റെ അച്ഛ ആദ്യം ബ്യൂട്ടി പാർലറൊക്കെ പോയിട്ട് ഒന്ന് വെളുത്ത് തുടിക്കാൻ നോക്കി, എന്നിട്ട് നമുക്ക് ആലോചിക്കാം കേട്ടോ. ചെക്കന്റെ വർത്താനം കേട്ടാണല്ലോ ഞാൻ മൗനല്ലെന്ന് വിചാരിച്ചൊന്നും പറയാണ്ടിരുന്ന. ആ ഷർട്ടൂരി നോക്കണം, മുരിയാക്കോല് പോലെ നീരിക്കണത്. അതുകൊണ്ടൊക്കെ തന്നെയാ, അതൊക്കെയാ പ്രശ്നം. അങ്ങനൊന്നും പറയില്ല. ആലോചിക്കാനൊന്നുമില്ല, ഞങ്ങള് വരും. ഞങ്ങള് വെളുക്കാൻ നോക്കട്ടെ, വെളുക്കാൻ പറ്റുമോ നോക്കാലോ. ഏകദേശം നിന്നെ പഠിപ്പിച്ചു കഴിയുമ്പോഴത്തേക്ക് ഞങ്ങള് വെളുത്തോളും. വേറെ ഒന്നും വാരി തേക്കേണ്ട കാര്യം ഉണ്ടാവില്ല. നീ പോവാൻ നോക്ക്, ഞങ്ങള് വരും കേട്ടോ. ആലോചിക്കാനൊന്നുമില്ല, ഞങ്ങള് വരും. ചെറുക്കനിപ്പോ നമ്മളെ കണ്ണി പിടിക്കണില്ല. ഇവൻ എന്തിനു വളർത്തണെന്നാവോ? പറഞ്ഞതും ശരി തന്നെയല്ലേ? അത്രയും കറുത്തതാണോ? പിന്നല്ലേ, അവനായതുകൊണ്ട് അത്രയും പറഞ്ഞോളൂ. എന്ത് കോലോടി ഇത് നിന്റെയൊക്കെ? എന്റെ അപ്പൊ നിങ്ങളാ? എനിക്കെന്താ കുഴപ്പം? അയ്യോ, വെളുത്തൊരു സുന്ദരൻ. ഞാൻ പിന്നെ കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ തൊട്ടൊക്കെ മാറും. പിന്നെ ഒരു പരസ്യം. നിങ്ങളുടെ മുഖം ഇത് തേച്ചാൽ ചന്ദ്രനെ പോലെ വിളങ്ങും. എത്ര കറുത്തിരുണ്ടവനും വെളുത്തു തുടുക്കും. വെളുത്തവർ വീണ്ടും വെളുക്കും. ഇത് സൂപ്പർ സ്റ്റാർ സത്യശീലനല്ലേ? ചന്ദ്രലേഖ വൈറ്റ് സോപ്പ്. സിനിമക്കാരുടെ ഒരു ഭംഗിയേട്ടാ. എടി, സിനിമ കയറിയിട്ടല്ലേ ഈ സോപ്പ് വെച്ചിട്ട് അയാൾ വെളുത്തേക്കണെന്ന് പറയണത്. പിന്നെ ഇതുണ്ടോ? പക്ഷെ ഇയാള് പറഞ്ഞാ വിശ്വസിക്കാട്ടോ. അയാൾ നേരും നേരെയുള്ള ആളാ. സിനിമ കണ്ടിട്ടില്ലേ? സത്യസന്ധമല്ലാത്തൊരു കാര്യം പറഞ്ഞ അപ്പടിക്കും അയാള്. പിന്നെ ഇയാൾ എനിക്ക് വിശ്വാസാ. അയാള് നല്ലൊരു ഇതാ. അത് തന്നെയല്ല, ഇയാൾ ഇത്രയും വെളുത്തെങ്കിലുണ്ടല്ലോ, നമ്മൾ ഭയങ്കരമായിട്ട് വെളുക്കും. ഇയാൾ ഇത്രയും വെളുപ്പുണ്ടായിരുന്നില്ലല്ലോ. നമ്മളെക്കാളും കറുത്തതായിരുന്നു അയാള്. ഈ സോപ്പ് ഭയങ്കര സോപ്പാണല്ലോ. അപ്പൊ അല്ല, എന്നാ പിന്നെ നമുക്ക് ബ്യൂട്ടി പാർലറിൽ പോണ്ട കാര്യമില്ലല്ലോ. പോണ്ട, ഈ സോപ്പ് മേടിച്ചാൽ മതി. ഇതാകുമ്പോ അധികം എന്തായാലും ബ്യൂട്ടി പാർലറിൽ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അത്രയും വലിയൊരു സോപ്പല്ലേ? എന്ത് വില വന്നാലും ഈ സോപ്പ് നമ്മൾ മേടിക്കും. നീ എന്താണ് ഇങ്ങനെ ക്ഷീണിച്ചത്? ഭയങ്കര വെയിലാണ് ചേച്ചി. പുറം പണിയാണല്ലോ. അവൾക്ക് എന്താണ് വിശേഷം? അങ്ങനെ അലമ്പാണ് വീട്ടിലെപ്പോഴും. ഞാൻ കൊറേ അളിയാ. അളിയൻ ഇതവിടെ പോയി. ഞാൻ മാർക്കറ്റിൽ പോയി. പിന്നെ ഇതെന്താണ് ഇത്രയും മേടിച്ചോളാ? അതിനുള്ള കാശ് ഉണ്ടായുള്ളൂ. എന്തുട്ടാണിത്? സോപ്പാ. കുളിക്കണ സോപ്പ്. ഇത് എത്ര നാളത്തേക്കാണിത്? ഇതിപ്പോ കഷ്ടിച്ച് ഒരാഴ്ചത്തൊക്കെ ഉണ്ടാകുമായിരിക്കും അല്ലേ? ഒരാഴ്ചത്തൊക്കെ ഉണ്ട്. ഒരാഴ്ചത്തൊക്കെ ഇത്രയും സോപ്പാ? എന്തായി, നിങ്ങളെന്താ സോപ്പ് വെച്ചാണ് കഞ്ഞി വെക്കണത്? നീ ഇതെന്താണ് ഈ പറയണ? എടാ, ഇത് അങ്ങനത്തെ അല്ല, ഈ വെളുക്കാൻ വേണ്ടി നോക്കണാണ്. എനിക്ക് മനസ്സിലായി കണ്ടപ്പോ ഇത് വെളുക്കാനുള്ളതാണെന്ന്. ചന്ദ്രലേഖ ഇല്ലടാ, ഈ മറ്റേ സത്യശീലൻ. ഏത് സത്യശീലൻ? എടാ, സൂപ്പർ സ്റ്റാർ സത്യശീലന്റെ പരസ്യം കണ്ടിട്ടില്ലേ? അയാൾ പറഞ്ഞിട്ടാണ് ഇത് മേടിച്ചതേക്കണ. അത് ശരിയാണ്. ഞങ്ങൾ 2 മാസമല്ല തുടങ്ങിയിട്ട്. എന്റെ അളിയന് പ്രാന്തണ്ട് ഈ പണിയെടുക്കുന്ന കാശ് മുഴുവൻ ഈ സോപ്പ് മേടിച്ചതേക്കാൻ.
ഇവള് പറയണ കേട്ടിട്ടാണാ? എന്താണ് ഞങ്ങൾ നല്ലോണം വെളുത്തിട്ടില്ലേ? വെളുത്തട്ടില്ലെന്നാ? വെളുത്തട്ടില്ലെന്ന് മാത്രമല്ല രണ്ടുപേരും കറുത്ത് കരിവാളിച്ചിരിക്കുകയാണ്. അളിയന്റെ മോളൊക്കെ നോക്കിയേ, അവിടെ ഇവിടെ ഒക്കെ കരിവാളിപ്പ് കണ്ട. അളിയ മോശമായിട്ടിരിക്കേണ്ട, ഞാൻ വെറുതെ പറഞ്ഞല്ല, സത്യമായിട്ട് പറയണേന്ന്. ഇവളും പഴയലും കറുത്തുപോയി. ഇല്ലടി, എനിക്ക് ഞാൻ പലപ്പോഴും ഞാൻ എന്താന്നറിയാം, പിന്നെ ഇത് നമ്മൾ തേക്കണോണ്ട് ഇനി അങ്ങനെ പറയണല്ലോ. നിന്റെ മുഖം ശരിക്കും കറുത്തേക്കാണ്. വള്ളി ചേച്ചിയും പറഞ്ഞോട്. ആ വള്ളി ചേച്ചിക്കുള്ള ബുദ്ധിയും കൂടി നിനക്കില്ലാതെ പോലെ. അളിയന് ഇവള് പറയണേട്ടിട്ട് ഈ വെളുക്കാനുള്ള സാധനം മേടിച്ച് കാശ് കളയല്ലേട്ടാ. കല്യാണത്തിന് മുമ്പ് ഇവക്ക് വെളുക്കാൻ വേണ്ടി മരുന്ന് മേടിച്ചിട്ടേ അച്ഛന്റെ 5 സെന്റ് സലൂണ് വിറ്റുപോയത്. വെളുത്തില്ല. അപ്പൊ പിന്നെന്താണ്, നമ്മളെ പറ്റിച്ചതാണ് അവര്? അല്ല, അങ്ങനെയാണെങ്കിൽ ഇത് വിശ്വാസവഞ്ചനയാണുള്ളത് കാണിച്ചു വെച്ചേക്കണത്. അപ്പൊ ചോദിക്കണം, അത് നമ്മളെന്തോരം കാശിന് വേണ്ടി ചെലവാക്കിയെന്ന് അറിയാമോ? 2 മാസം ഇതിന്റെ പുറകെ കിടക്കണം. ഇനി ഇതിന്റെ പുറകെ ഒന്നും നടന്ന് നേരം കളയാൻ നിക്കണ്ടേട്ടാ. ഞാൻ പോണേണ്. നടക്കും. അവൻ പറഞ്ഞ പോലെയാണെങ്കിൽ ഇത് ഭയങ്കര വിശ്വാസവഞ്ചനയാണല്ലോ ഇപ്പൊ ഈ ചെയ്തേക്കണത്. നിങ്ങനെ ഇരിക്കാതെ പോയി ചോദിക്കാനാ സോപ്പ് കമ്പനിയില്. ഇതെന്തായാലും ചോദിക്കണത്, ഇനി അങ്ങനെ അങ്ങോട്ട് വിട്ടാൻ പറ്റില്ല. നേരാണ്. നമ്മളെ പോലെ എത്ര ആൾക്കാർ ചതിപ്പെടണ്ടാവും. ചോദിച്ചിട്ടുള്ള കാര്യമുള്ളത്. നമസ്കാരം. നോ, അതെ, നിങ്ങൾക്ക് ഈ മലയാളം എഴുതാനും വായിക്കാനൊക്കെ അറിയോ? എന്താ? എഴുത്തും വായനയൊക്കെ നിങ്ങൾക്ക് അറിയോ? അറിയാം. അറിയാല്ലേ? നിങ്ങളുടെ ഈ സോപ്പിന്റെ ഈ പരസ്യവാചകം എന്തെന്നാണ് എഴുതി വെച്ചേക്കണത്? ചന്ദ്രലേഖ സോപ്പ് തേച്ചു കുളിച്ചാൽ ചന്ദ്രനെ പോലെ വിളങ്ങും നിങ്ങളുടെ മുഖം. കറുത്തവർ വെളുക്കും, വെളുത്തവർ വീണ്ടും വെളുക്കും. ആണല്ലേ? എന്റെ നിറപ്പ് എന്താണ്? വലിയ കുഴപ്പമില്ലാത്ത കറുപ്പ. അല്ലാണ്ട് വെളുത്തിട്ടില്ലല്ല? ഇല്ല. 2 മാസമായി നിങ്ങളുടെ ഈ സോപ്പ് തേക്കാൻ തുടങ്ങിയിട്ട്. എന്താ ഞാൻ വെളുക്കാത്തത്? ഞാൻ വെളുക്കാത്ത എന്താണ്? 2 മാസമായി നിങ്ങളുടെ സോപ്പ് തേക്കാൻ തുടങ്ങിയിട്ട്. അയ്യോ, നിങ്ങൾ വെളുത്തിട്ടുണ്ട്. ആര് പറഞ്ഞു? നമ്മുടെ മാറ്റം നമുക്കല്ല മനസ്സിലാവുക, പുറത്തുള്ളവർക്ക് ആദ്യം മനസ്സിലാവുക. അത് ആദ്യം മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇപ്പൊ പുറത്തുള്ളവർ പറയാൻ തുടങ്ങി ഞാൻ കറുത്തേക്കണത്. ഞാനൊരു കാര്യം പറയട്ടെ. എന്താണ്? നിങ്ങൾ ശരിക്കും മുമ്പത്തേക്കാൾ നന്നായി വെളുത്തിട്ടുണ്ട്. അതിനെന്നെ കണ്ടിട്ടുണ്ടോ മുമ്പ് നിങ്ങള്? അതല്ല, പിന്നെ ഏതാണ്? നിങ്ങള് ഈ സോപ്പ് തേച്ചോ? ഈ ഒട്ടിച്ചു വെച്ചേക്കണല്ലേ നിങ്ങളുടെ സോപ്പ് അല്ലേ? ഇത് നോക്ക്, ആ സോപ്പ് തന്നെയല്ലേ? 2 മാസമായി ഡസൻ കണക്കിന് മേടിച്ച് തേക്കാൻ തുടങ്ങിയിട്ട് ഈ സോപ്പ്. നോക്ക്, ചന്ദ്രലേഖ. അപ്പൊ നിങ്ങൾ ഉറപ്പായിട്ടും വെളുത്തിട്ടുണ്ട്. അത് ശരി, നിങ്ങളുടെ സോപ്പ് തേച്ചവരൊക്കെ കറുത്താലും നിങ്ങൾ വെളുത്തിട്ടുണ്ട് വെളുത്തിട്ടുണ്ട് പറഞ്ഞോണ്ട് നടക്കുമല്ലേ? വെളുക്കുന്നേ കുടുംബോ? വെറുതെ ഉരുണ്ട് കളിക്കാതെ നിങ്ങളുടെ മുകളിലുള്ള ഉദ്യോഗസ്ഥന്മാരെങ്കിലും ഉണ്ട്, ഇങ്ങോട്ട് വിളിച്ചേ. ഇങ്ങോട്ട് വിളിച്ചാളെ ഇങ്ങോട്ട്. സാർ ഇങ്ങോട്ട് വരില്ല. വിളിക്കടി നീ മര്യാദ. സാർ ഇങ്ങോട്ട് വരില്ല. നാട്ടുകാരെ മുഴുവൻ കാശും പിടിച്ച് വിഴുങ്ങിയിട്ട് കണ്ടോ പറഞ്ഞിട്ട്. സാർ ഒന്ന് പെട്ടെന്ന് ഇവിടെ വരണം, അത്യാവശ്യമായിട്ട് ഒരാൾ കാണാൻ വന്നിട്ടുണ്ട്. ഇപ്പൊ വിളിച്ചപ്പോ വരുവോ? ഇപ്പൊ വരുവോ സാറ്? അതെ, ഇരിക്കുകയാണ് അങ്ങനെ.